പാർട്ടിയെ നിരന്തരം വെട്ടിലാക്കുന്ന ശശി തരൂരിന്റെ തുടർച്ചയായ നിലപാടുകളിൽ കെ.പി.സി.സി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്നാണ് പൊതുവികാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വിമർശനവും കടുത്തിട്ടുണ്ട്. തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നായി ശശി തരൂർ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്നതിലാണ് സംസ്ഥാന നേതാക്കൾക്ക് അരിശം. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതിന്റെ മാനക്കേട് മാറും മുൻപാണ് പ്രധാനമന്ത്രി മോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരൂർ നൽകിയത്. പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കും എന്നതാണ് ആശങ്ക. നേതാക്കൾ ഒന്നാകെ എതിർത്താലും തിരുത്താൻ ശ്രമിച്ചാലും ന്യായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. പാർട്ടി പ്രവർത്തക സമിതി അംഗമായതിനാൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിന്റെ നിലപാടുകളിൽ സംഘടനാപരമായി ഇടപെടാൻ കെ.പി.സി.സിക്ക് പരിമിതികളുണ്ട്. ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടട്ടെ എന്നാണ് അവരുടെ പക്ഷം. ഇതിനിടെ മണ്ഡലത്തിൽ ശശി തരൂർ സജീവമല്ലെന്നുള്ള വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. വ്യക്തിപ്രഭാവത്തിനും അപ്പുറം തീരദേശ മേഖലയിൽ നിന്നും ഉൾപ്പെടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിയാണ് ഇത്തവണ ജയിച്ചതെന്ന ഓർമ്മപ്പെടുത്തൽ മുതിർന്ന നേതാക്കൾ തന്നെ തരൂരിനെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്നാൽ ആരെയും കൂസാത്ത നിലപാടിലാണ് തരൂർ. ഇനിയൊരു വിവാദത്തിനു കൂടി ശശി തരൂർ തിരികൊളുത്തിയാൽ പുകയുന്ന അതൃപ്തി ആളെ കത്തുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ നൽകുന്ന സൂചന. റഷ്യ യുക്രൈൻ യുദ്ധ വിഷയത്തിൽ നേരത്തെ ഇന്ത്യൻ നിലപാടിനെ എതിർത്തതിൽ ലജ്ജ തോന്നുന്നുവെന്നും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയിൽ ലോക്സഭയിൽ ഉന്നയിച്ച വിമർശനമാണിപ്പോൾ നാണക്കേടായി പോയെന്ന് തരൂർ തന്നെ തിരുത്തി പറയുന്നത്. എന്തിനായിരിക്കും ബി.ജെ.പിയെ അനുകൂലിച്ച് തരൂർ കോൺഗ്രസിനെ തുടർച്ചയായി ഇങ്ങനെ വെട്ടിലാക്കുന്നത്? എങ്ങോട്ടാണ് തരൂരിന്റെ പോക്ക്? രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച ഒരു മുതിർന്ന നേതാവ് മോദിയെ ഇങ്ങനെ പ്രശംസിക്കുമ്പോൾ ബി.ജെ.പിക്ക് കിട്ടുന്ന മൈലേജ് ചില്ലറയൊന്നുമല്ല, അതും കേരളത്തിൽ നിന്ന്. തരൂരിന്റെ അഭിനന്ദനത്തെ ബി.ജെ.പി കേന്ദ്രങ്ങൾ ഏറ്റെടുത്തതും അതുകൊണ്ടാണ്. തരൂരിന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ച മറ്റ് കോൺഗ്രസുകാരിൽ നിന്നും വ്യത്യസ്തനാണ് തരൂർ എന്ന് പറഞ്ഞ സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിന് പോലും രാഷ്ട്രീയ ഭാവിയിൽ പല മാനങ്ങളുണ്ട്. നല്ല കാര്യം ആര് ചെയ്താലും അതിന് നല്ലതെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇടത് സർക്കാർ ആയിക്കോട്ടെ ബി.ജെ.പി സർക്കാർ ആയിക്കോട്ടെ തരൂർ തുടർച്ചയായി സ്വീകരിച്ചു വരുന്ന ശൈലിയും അതാണ്. എന്നാൽ പരമ്പരാഗത രാഷ്ട്രീയക്കാരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയാകില്ല. എതിർചേരിക്കുള്ള പ്രശംസകൾ വിവാദങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും വഴിവെക്കും. പലപ്പോഴും നേതാക്കളുടെ കളം മാറ്റത്തിന്റെ സൂചനകൾ പോലും ആയേക്കാം ഇത്തരം പ്രശംസകൾ. ഏതായാലും മോദി സ്തുതിയിലും തരൂരിന്റെ വിശദീകരണം താൻ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നാണ്. താനൊരു ഭാരതീയനായിട്ട് സംസാരിച്ച വിഷയമാണിതെന്നും തരൂർ പറഞ്ഞു വെച്ചു. എന്തായാലും തങ്ങൾക്ക് അനുകൂലമായ വിശ്വപൗരന്റെ വാക്കുകൾ ബി.ജെ.പി ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അഹമ്മദാബാദിൽ എ.ഐ.സി.സി സമ്മേളനം ചേരാനിരിക്കുന്ന കോൺഗ്രസിന് സ്വന്തം പാളയത്തിൽ നിന്നും തന്നെ ഏറ്റ അടിയാണ് തരൂരിന്റെ പ്രതികരണം. കേന്ദ്രത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തന്നെ മോദിയെ പ്രശംസിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ ഡൽഹിയിൽ വെച്ച് തന്നെ തരൂർ മോദിയെ പുകഴ്ത്തിയതിൽ ദേശീയ നേതാക്കൾക്കിടയിലും കടുത്ത അമർഷമുണ്ട്. ഇതിനു മുൻപ് വിവാദമുണ്ടായപ്പോഴൊക്കെ തരൂർ പറഞ്ഞത് താൻ രാഷ്ട്രീയത്തിന് അതീതമായി വിഷയാധിഷ്ഠിതമായാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതെന്നും അഭിപ്രായ പ്രകടനം നടത്തുന്നതും എന്നുമാണ്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിന്റെ ഈ രീതിയോട് പാർട്ടിക്ക് എത്രത്തോളം പൊരുത്തപ്പെടാനാകുമെന്നതും കണ്ടറിയണം. അതേസമയം രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം പ്രതിച്ഛായയുള്ള തരൂരിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കാനുള്ള സാധ്യതയിലും പാർട്ടി നേതൃത്വത്തിന് ആശങ്കയുണ്ട്. തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് ഹൈക്കമാൻഡിന് കൃത്യമായി അറിയാം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടി തന്നോട് കാണിക്കുന്ന തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തരൂരിന്റെ ഇത്തരം പരാമർശങ്ങൾ എന്ന വാദവും ഒരു കോണിലുണ്ട്. ബി.ജെ.പി സർക്കാരിനെയും ഇടത് സർക്കാരിനെയും ഒരേപോലെ പ്രശംസിക്കുന്ന തരൂർ താൻ ഇവിടെ ഉണ്ടെന്ന് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു വയ്ക്കുന്നത്.